പുനലൂർ നഗരസഭയിൽ സ്ഥിരസമിതി അംഗങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. 6 സ്ഥിരസമിതികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. 1, 2, 3, 4, 5 അങ്ങനെ ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേരുണ്ടാവുക. നിങ്ങൾക്ക് 5ാമത്തെ ആളാണ് 1ാമത് വരണമെങ്കിൽ അവിടെ നിങ്ങൾ ആ 1 കൊടുക്കുക. നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആളിന്റെ ക്രമമാണ് അവിടെ സൂചിപ്പിക്കേണ്ടത്. അവിടെ നിങ്ങൾ അക്കങ്ങൾ മാത്രമേ രേഖപ്പെടുത്താൻ പാടുള്ളൂ. 1 ആണെങ്കിൽ 1, 2 2, അങ്ങനെ ക്രമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്താം. അത് ഒരേ ആൾക്ക് തന്നെ ഒന്നിലധികം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരാൾക്ക് ചെയ്തില്ല എന്ന് വെച്ച് പ്രശ്നം വരാനും പോകുന്നില്ല. അപ്പൊ അത്തരത്തില് പ്രത്യേകം ശ്രദ്ധിച്ചാണ് ഇത് ചെയ്യേണ്ടത്. ഇവിടുന്ന് നോമിനേഷൻ വാങ്ങിച്ച് അവിടെ പോയി നിന്ന് നിങ്ങളത് രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ മടക്കി ആ ബാലറ്റ് പേപ്പറിലിടുക. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക് പോവുക. കുറച്ച് ദൈർഘ്യമേറിയ ഒരു പ്രവർത്തനമാണ്, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതുമാണ്. ധനകാര്യം, വികസനം, ക്ഷേമകാര്യം, ആരോഗ്യം എന്നീ സ്ഥിരം സമിതികളിൽ 9 അംഗങ്ങൾ വീതവും വിദ്യാഭ്യാസം, പൊതുമരാമത്ത് എന്നീ സ്ഥിരം സമിതികളിൽ 8 അംഗങ്ങളെയുമാണ് തെരഞ്ഞെടുത്തത്. ഇതിൽ സ്ഥിരം സമിതികളിലേക്ക് മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെടാത്ത അംഗങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. UDF-ൽ നിന്ന് 5 പേരും 1 CPM, 2 BJP, 1 SDPI അംഗവും ഉൾപ്പെടെ 9 പേരാണ് തെരഞ്ഞെടുക്കപ്പെടാത്തവരായത്. ഈ അംഗങ്ങളെ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അംഗങ്ങൾ കുറവുള്ള ധനകാര്യം, വികസനം, ക്ഷേമകാര്യം എന്നീ സ്ഥിരം സമിതികളിൽ ഉൾപ്പെടുത്തും. BJP അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും.